ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഡ്രെയിനേജും കം ഫുട്പാത്തും പുതിയതായി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി ഈ 30 ലക്ഷം രൂപ ഉൾപ്പെടെ 1,47 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നഗരസഭ പ്രിയമുള്ളവരെ കൊണ്ടോട്ടി ആധുനിക രീതിയിൽ നവീകരിച്ചിരിക്കുകയാണ്. ശ്രീ A.N. ഷംസീർ സാർ ഉൾപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധി അവതരിപ്പിക്കുകയാണ്. 1987-995 കാലഘട്ടത്തിൽ ജീവിതത്തിൽ അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ പലപ്പോഴുമായിട്ട് അല്ലെങ്കിൽ എപ്പോഴുമായിട്ട് ബസ് സ്റ്റാൻഡുകൾ സന്ദർശിക്കും. 16 വർഷം കാലയളവിൽ കൊണ്ടോട്ടി പഞ്ചായത്ത് പ്രസിഡന്റായ അതുപോലെ തന്നെ രാഷ്ട്രീയ വിവിധ പ്രാധാന്യമുള്ള നമ്മുടെ എല്ലാ മേഖലയിലും അല്ലെങ്കിൽ എല്ലാ ഒരു സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പുരുഷന്മാർക്ക് ഒരു പ്രത്യേക കേന്ദ്രം ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ വനിതകൾക്കുള്ള അതേ പ്രാധാന്യം. അപ്പൊ തികച്ചും ഒരുപാട് ആളുകളുടെ പ്രയത്നമുണ്ട് ഇതിന്റെ ബാക്കിൽ. ഇത്തരത്തിൽ മനോഹരമായ എല്ലാ സൗകര്യങ്ങളുമുള്ള ഇതിലിപ്പോ നമുക്കറിയാം വികലാംഗരായ ആളുകൾ വന്നിട്ട വേദിയിലും സദസ്സിലും സന്നദ്ധരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് കൊണ്ടോട്ടി നഗരസഭയിൽ കൊണ്ടോട്ടിയുടെ മധ്യത്തിൽ അല്ലെങ്കിൽ ബൈപ്പാസ് വരികയും അതിനുശേഷം ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. അപ്പൊ ആനന്ദയാലുവായി ദാക്ഷിണ്യശാലിയാൽ വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ KK മുഹമ്മദ് കുട്ടി എന്ന ബാപ്പുട്ടിയുടെ നാമധേയത്തിൽ ഗ്രൗണ്ട് ഫ്ലോറും മുൻ വൈസ് പ്രസിഡന്റായിരുന്ന കുഞ്ഞിരാം സാഹിബിന്റെ നാമധേയത്തിൽ ഉദ്ഘാടകൻ കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് A.N. ഷംസീർ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ P.K. ബഷീറും അദ്ദേഹം തമ്മിൽ എല്ലാറ്റിനും ഒരു ശത്രുവാണല്ലോ. P.K. ബഷീറിന് മുഖ്യ ശത്രുവായിട്ട് അദ്ദേഹം തെരഞ്ഞെടുത്തിരുന്നത് ബഹുമാന്യനായ A.N. ഷംസീറിനെ ആയിരുന്നു. അദ്ദേഹം സ്പീക്കറായത് അദ്ദേഹത്തിന്റെ തന്നെ നാവെടുക്കാൻ വേണ്ടിയാണോ എന്ന് നമുക്ക് എല്ലാവർക്കും സംശയം തോന്നുന്ന വിധത്തിലേക്ക് അത് സ്പീക്കറായി മാറി. സ്പീക്കറായി വന്നതിന് ശേഷം കേരളത്തിന്റെ നിയമസഭ അതിന്റെ നടപടിക്രമങ്ങൾ അതിന്റെ ചട്ടങ്ങൾ ഇതെല്ലാം വലിയ മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. ഈ നിയമസഭയായി മാറ്റി പേപ്പർലെസ് നിയമസഭയാക്കി മാറ്റുന്നതിന്റെ പൂർണ്ണതയിൽ അതിനെത്തിച്ചു. അതുപോലെ തന്നെ പാർലമെന്ററി സർട്ടിഫിക്കറ്റ് കോഴ്സുകളടക്കം നടപ്പിലാക്കുകയും ഒരു ജനകീയമായ അസംബ്ലിയായിട്ട് കേരളത്തിന്റെ അസംബ്ലിയെ മാറ്റിയെടുക്കുകയും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അവരുടെ പഠന ഗവേഷണത്തിന് പോലും അസംബ്ലിയെയും അതിന്റെ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തുമാറ് ആകെ മാറ്റം വരുത്തിയ ഒരു സ്പീക്കറാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം തന്നെ വരട്ടെ. ഇവിടെ ഉദ്ഘാടനത്തിന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിക്കുകയും 2-3 പ്രാവശ്യം ഒരിക്കൽ നമ്മുടെ ചെയർപേഴ്സന് പരീക്ഷയായി സ്പീക്കർ തന്ന ഡേറ്റിന് ചെയർപേഴ്സൺ പരീക്ഷ എഴുതാൻ പോവാണ്. ഒരു നിവൃത്തിയില്ല. അപ്പൊ ഞാനത് പറഞ്ഞു, ചെയർപേഴ്സൺ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ ആണ്, അതുകൊണ്ട് നമുക്ക് അവരുടെ സൗകര്യം മാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർ മാറ്റി. 2-ാമത്തെ ഒരു ദിവസം വന്നപ്പോ എനിക്കൊരു അസൗകര്യം വന്നു. MLA ഇല്ലാതെ പരിപാടി നടത്തണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും സ്പീക്കർ മാറ്റി. 3-ാമത്തെ 4-ാമത്തെ
കൊണ്ടോട്ടി നഗരസഭയുടെ ഈ ബസ് ടെർമിനലിന്റെ ഉദ്ഘാടനമാണ്. ഒരുപാട് തവണ മാറ്റി വെച്ചു. ഒരു തവണ എന്റെ അസൗകര്യം കൊണ്ട് മാറ്റി. രണ്ടാം തവണ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് ഒരു കാരണവശാലും ഒഴിവ് കൊടുക്കാൻ സാധിക്കാത്തൊരു കാരണം എന്ന് പറഞ്ഞ് മാറ്റേണ്ടി വന്നു. മറ്റൊന്നുമല്ല, നിങ്ങളുടെ ചെയർപേഴ്സന്റെ പരീക്ഷയാണ്, അതുകൊണ്ട് മാറ്റണം ആവശ്യപ്പെട്ടവർ മാറ്റി. പിന്നീട് വീണ്ടും എന്റെ അസൗകര്യം ഒന്ന് മാറ്റി. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു MLA-ക്ക് നിരന്തരം സ്പീക്കറെ വന്നൊരു പരിപാടി മാറ്റി ഡേറ്റ് ചോദിക്കേണ്ടി വന്നെങ്കിൽ അത് ഈ ടെർമിനലിന്റെ ഉദ്ഘാടനമാണ്. അതുകൊണ്ടാണ് ഈ പരിപാടി നിർബന്ധമായും പങ്കെടുക്കാൻ ഞാൻ നിർബന്ധിക്കപ്പെട്ടത്. ഇവിടെ ബഹുമാനപ്പെട്ട MLA, കൊണ്ടോട്ടിയുടെ പ്രിയപ്പെട്ട MLA, അദ്ദേഹവും ഞാനും ഒന്നിച്ച് 14ാം നിയമസഭയിലാണ് വരുന്നത്. ഞാനും അദ്ദേഹവും ഹമീദ് മാസ്റ്റർ, ഞങ്ങളുടെ തൊട്ട് മുമ്പിലാണ് ഉബൈദുള്ള ഉൾപ്പെടെയുള്ള ആളുകളുള്ളത്. കേരള നിയമസഭക്കകത്ത് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കേരള നിയമസഭയുടെ പ്രത്യേകത, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും വ്യക്തിപരമായ വിദ്വേഷങ്ങളായോ തർക്കങ്ങളായി മാറാറില്ല. അത് ഭരണകക്ഷി ആയാൽ ഭരണകക്ഷി പരമാവധി ശ്രദ്ധിക്കും, പ്രതിപക്ഷം നല്ല രീതിയിൽ സഹകരിക്കുകയും ചെയ്യും. ഒരിക്കലും അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പൊ പുതിയ പദവിയാണ് എനിക്ക് അർപ്പിക്കപ്പെട്ടത് നിയമസഭയുടെ സ്പീക്കർ എന്ന നിലയിലാണ്. നിയമസഭ നടത്തിക്കൊണ്ടുപോകുന്ന ഉത്തരവാദിത്വം സ്പീക്കർക്കുണ്ട്. ഗവൺമെന്റ് ബിസിനസ് നടത്തേണ്ട കാര്യം ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിച്ചും ഗവൺമെന്റിന്റെ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാനും രണ്ടുപേരെയും സഹകരിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വമാണ് എനിക്ക് അർപ്പിക്കപ്പെട്ടത്. അതിൽ ഭരണകക്ഷി സ്വാഭാവികമായും സ്പീക്കർക്ക് എല്ലാ പിന്തുണയും നൽകും. പ്രതിപക്ഷവും ആവശ്യമായ എല്ലാ പിന്തുണയും സ്പീക്കർക്ക് നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ കേരള നിയമസഭ പരമാവധി വലിയ സംഘർഷങ്ങളൊന്നുമില്ലാതെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് ഈ പോയിന്റ് സൂചിപ്പിക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഇവിടെ ഒരു വിമർശനം എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം, ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും ഒരു വല്ലാത്ത ഘട്ടത്തിലേക്ക് പോകാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ടത് ആരാണോ ഭരണകക്ഷി അവരാണ്. ഇവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു എക്സ്ട്രീം സ്റ്റേജിലേക്ക് പോവാതിരിക്കാൻ ആരാണോ ഭരണപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് അവർ ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നഗരസഭയുടെ പുതിയ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഏറെ ആചരിക്കുന്നത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ തമാശ കേട്ട ബഹുമാന്യനായ നിയമസഭാ സാമാജികനാണ് CB ഹാജി. അദ്ദേഹത്തെ പറ്റി അറിയാത്തവരാരുണ്ടല്ലോ, കാരണം അത്രമാത്രം തമാശ കഥകളും അദ്ദേഹത്തിന്റെ തന്നെ തമാശയിലൂടെയും പിന്നീട് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറെ തമാശയിലൂടെയും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞുന്ന വ്യക്തിയാണ് CB ഹാജി. പിന്നെ എനിക്കറിയുന്ന മറ്റു കൊണ്ടോട്ടി മമ്മുനി ഹാജി. അദ്ദേഹം ഞങ്ങൾ SFIയുടെ നേതാക്കന്മാരായി പ്രവർത്തകരായി ട്രെയിനിൽ പോകുമ്പോൾ സ്ഥിരമായി ഞങ്ങൾ പരിചയപ്പെടുന്ന മുഖമാണ് മമ്മുനി ഹാജിയുടേത്. ആ രണ്ട് പ്രധാനപ്പെട്ട സാമാജികരുടെ പേരിലാണ് ഇവിടെ ഒരു ടെർമിനലും ഒപ്പം ഇതിന്റെ ഗേറ്റും ഉള്ളത്. അവർ രണ്ടുപേരുടെ പേരിലും സ്ഥാപിക്കപ്പെട്ട ഈ ബസ് ടെർമിനൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. പ്രാദേശിക ഭരണകൂടമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം LSTV. ആ പ്രാദേശിക ഭരണകൂടം തങ്ങളിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നല്ലതുപോലെ നിർവഹിക്കുന്നുണ്ട്. പഴയതുപോലെയല്ല, പ്രാദേശിക ഭരണകൂടത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഭരണഘടനാ ഭേദഗതി വന്നപ്പോൾ ഒരുപാട് അധികാരങ്ങൾ വന്നു. ആ അധികാരങ്ങൾ വന്നപ്പോഴാണ് പ്രാദേശിക ഭരണകൂടം വിചാരിച്ചാൽ തന്നെ ഒരുപാട് വികസന പ്രവർത്തനം നടത്താൻ സാധിക്കും. അപ്പൊ ചോദിക്കും, ഫണ്ടും പ്രാദേശിക ഭരണകൂടത്തിന് സർക്കാരിന് ലഭിക്കും, ഓൺ ഫണ്ട് ഉണ്ടാകും, പ്ലാൻ ഫണ്ട് ഉണ്ടാകും, ഒപ്പം പല രീതിയിൽ സമീപിച്ചാൽ പല ഫണ്ടുകൾ ഉണ്ടാകും. നബാർഡിന്റെ ഫണ്ട് ഉണ്ടാകും, അതുപോലെ പല ഫണ്ടുകളും കേന്ദ്ര ഗവൺമെന്റിന്റെയും വിദേശ ഫണ്ടുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു സംസ്ഥാന സർക്കാരിനെ പോലെ തന്നെ പ്രവർത്തിക്കാൻ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് സാധിക്കും. കൊണ്ടോട്ടി നഗരസഭ, കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾക്ക് പരിചിതമായ സ്ഥലമാണ്. കാരണം എയർപോർട്ട് തൊട്ടുകിടക്കുന്ന സ്ഥലമാണ്. ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു എയർപോർട്ട് വന്നത്. പണ്ട് ഞങ്ങളൊക്കെ ആശ്രയിക്കുന്നത് ഈ കരിപ്പൂർ എയർപോർട്ടാണ്. എപ്പോഴെല്ലാം ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഞങ്ങൾ കാണുന്ന ഒരു പ്രദേശമാണ് കൊണ്ടോട്ടി. കൊണ്ടോട്ടി അറിയാത്തവരായി വടക്കൻ കേരളത്തിൽ ആരും ഉണ്ടാവില്ല. കാരണം എയർപോർട്ടിൽ പോകുന്നവരെല്ലാം കാണുന്ന പേരാണ് കൊണ്ടോട്ടി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു മുനിസിപ്പാലിറ്റിയും പ്രാധാന്യമുള്ള ഒരു പ്രദേശവുമാണ് ഈ കൊണ്ടോട്ടി. ഈ കൊണ്ടോട്ടിയിൽ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടം മുനിസിപ്പാലിറ്റി മുൻകൈയെടുത്ത് സ്ഥാപിച്ച ഈ ബസ് ടെർമിനൽ ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ഈ ബസ് ടെർമിനൽ
ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധമാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലതുപോലെ ഭരണസമിതി ശ്രദ്ധിക്കണം. പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും പരിഹരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കണം. പ്രാദേശിക ഭരണകൂടങ്ങൾക്കകത്ത് റിസർവേഷൻ കൂടി വന്നതോടുകൂടി വലിയ രീതിയിൽ സ്ത്രീ സംവരണം വന്നു. സ്ത്രീ സംവരണം വന്നപ്പോഴാണ് നല്ല രീതിയിൽ ഒരുപാട് കഴിവും പ്രാപ്തിയുമുള്ള സ്ത്രീകൾക്ക് പൊതുരംഗത്തേക്ക് കടന്നു വരാൻ സാധിച്ചത്. അതിന്റെ ഭാഗമാണ് ഇവിടുത്തെ നിത ഉൾപ്പെടെയുള്ള ചെയർപേഴ്സൺ. അദ്ദേഹം ഒരു പക്ഷേ റിസർവേഷൻ അല്ലെങ്കിൽ ഒരിക്കലും ചെയർപേഴ്സൺ ആവില്ല. റിസർവേഷൻ സംവിധാനം വന്നപ്പോഴാണ് ഒരുപാട് കഴിവും പ്രാപ്തിയുമുള്ള സ്ത്രീകൾ കേവലം വീടിനകത്ത് മാത്രം ഇരുന്നവർ അവർക്ക് പൊതുധാരയുടെ ഭാഗമായി മാറാൻ സാധിച്ചത്. തീർച്ചയായും ഇത്തരം ആളുകളെ, വനിതകളെ പ്രൊപ്പോർട്ട് ചെയ്യേണ്ട നമ്മുടെ ആവശ്യമാണ്. ആ രീതിയിൽ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് സ്ത്രീകൾ നിരവധി പേരുണ്ട്. പക്ഷെ പലപ്പോഴും സ്ത്രീകൾക്ക് അർഹമായ പ്രാമുഖ്യമോ പരിഗണനയോ നമ്മളാരും കൊടുക്കാറില്ല. റിസർവേഷൻ വന്നപ്പോഴാണ് സ്ത്രീകൾ അവരുടെ ഈ ലോക്കൽ ബോഡിയിൽ വന്നത്. ഇനി അവർക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ നിയമസഭയിലും മറ്റും ഇതുപോലെ പ്രാമുഖ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആരും ഇനി കൊടുക്കൂല. അത് നമ്മളെല്ലാം പുറത്തു പറയുമെങ്കിൽ അവസാനം വരുമ്പോൾ നമ്മൾ അതിനെ വീതം വെച്ചെടുക്കും. അതുകൊണ്ട് സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം കേവലം ലോക്കൽ ബോഡിയിൽ മാത്രം പോരാ, നിയമസഭയിലും പാർലമെന്റിനകത്തും അവർക്ക് വേണം എന്ന അഭിപ്രായം ഉൾപ്പെടുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. അതുകൊണ്ട് അവർക്ക് ആവശ്യമായ പരിഗണന അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. സുദീർഘമായ പ്രസംഗം ഞാൻ മുതിരുന്നില്ല. ഇപ്പൊ ഹാരിസ് ബിയാൻ കൂടി വന്നു. അപ്പോ ഒരുപാട് പേര് പ്രസംഗിക്കാറുണ്ട്. 2 MP മാരുണ്ട്, 3 MLA മാരുണ്ട്, പിന്നെ നിങ്ങൾ അവകാശികളായി ഇവിടുത്തെ കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ചടങ്ങ് തന്നെ പരമാവധി നീണ്ടുപോകും. പ്രകൃതിയാണെങ്കിൽ വേണ്ടത്ര നമ്മളെ പിന്തുണക്കൊന്നും ഇന്നത്തെ ഘട്ടത്തിൽ തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം, ഞാനിപ്പോ പ്രസംഗം നിർത്തിയാൽ എല്ലാവർക്കും ഇവിടെ പ്രസംഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ മഴ പെയ്ത് നിങ്ങളെല്ലാം വെള്ളം ഒഴിഞ്ഞു പോകും. നിങ്ങൾ ഒരു ചിലരുടെ അച്ഛൻ നിശ്ചയിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാലെന്ന പോലെ ഇതിൽ ചിലരെങ്കിലും മഴ പെയ്യാൻ ആഗ്രഹിക്കുന്ന വേ കൂട്ടിയിട്ട്, എന്നാൽ ഭൂരിഭാഗം ആൾ ആഗ്രഹിക്കുന്നത് മഴ പെയ്യാതിരിക്കാനാണ്. മഴ പെയ്യാതെ പ്രകൃതി എതിരാവാതെ പരിപാടി സമയമായി പൂർത്തീകരിക്കാൻ സാധിക്കാൻ സ്പീക്കർ ഇപ്പം നിർത്തിയാൽ സാധിക്കും. അതുകൊണ്ട് മറ്റു കൂടുതൽ കാര്യം കടന്നു പോവാതെ നവീകരിച്ച സിദി ഹാജി സ്മാരക ബസ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു.